നിന്റെ മോക്കെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്യാൻ തോന്നിയല്ലോ. എന്തൊരു പൊടിയാച്ചമ്മേ, ഈ പൊടിയൊക്കെ അടിച്ച് ജലദോഷമൊക്കെ വരില്ലേ? നിന്റെ അമ്മയായിരുന്നു ഇതൊക്കെ ചെയ്യേണ്ട. അവക്ക് ഇതിനൊന്നും നേരമില്ലല്ലോ. ആ അച്ചമ്മേ, ഓ ഇപ്പോഴെങ്കിലും അച്ചമ്മക്ക് മനസ്സിലായില്ലേ ഞാൻ അച്ചമ്മയുടെ കൂടെ ഉള്ളേന്ന്. ആ എന്റെ പൊന്നുമോക്കെ എന്നോട് സ്നേഹമുള്ളൂ. താഴെ ഉണ്ട് മോനെ, താഴെ. ചേച്ചി ഡാഡി, ചേച്ചി ഇങ്ങോട്ടൊന്ന് വന്ന് എനിക്ക് കാര്യം പറയാനുണ്ട്. അവളൊരു പണി ചെയ്യുന്നുണ്ട് ഇവിടെ നിനക്ക്. ചേച്ചി ഒന്ന് വന്നേ. എനിക്ക് അച്ചമ്മ പറഞ്ഞത് തന്നെ പറയാനുള്ളൂ. നീ പോയേ. ഓഹോ അങ്ങനെയാണോ? ഓഹോ അങ്ങനെ തന്നെ. എന്റെ അണ്ടിപ്പരിപ്പും ബദാം ആരെടുത്ത് കഴിച്ചത്? അടിപരിപ്പാ? ആ അണ്ടിപ്പരിപ്പ് കേട്ടിട്ടില്ലേ? ഇല്ല. ഈ പറങ്കിമാവ് എന്ന് പറഞ്ഞൊരു മരമുണ്ട്. അതിന്റെ അകത്ത് വരുന്ന ഫ്രൂട്ടാണ് ഈ പറങ്കിമാങ്ങ. അതിന്റെ അടിയിൽ ഒരു സാധനം ഉണ്ട്, അതിനാണ് ഈ പറങ്ങാണ്ടി എന്ന് പറയും. ഇത് പ്രോസസ് ചെയ്തെടുക്കുന്നതാണ് അണ്ടിപ്പരിപ്പ്. കാഷ്യൂ നട്ട് എന്ന് ഇംഗ്ലീഷ് പറയും. ഇനി എക്സ്പ്ലെയിൻ ചെയ്യണോ? അതെടുത്തോന്ന്. ഞാൻ എടുത്തിട്ടില്ല ഒരു അണ്ടിപ്പരിപ്പ്. പിന്നെ ഇത് ആരെടുത്ത് കഴിച്ചു? എനിക്കറിയാൻ പാടില്ല. ഇവക്കെന്താടി വട്ടാണോ? വട്ടല്ല അച്ഛമ്മ, അതിൽ കൂടി എന്തോ ആണ്. അതെ എനിക്ക് വട്ട തന്നെയാ. ഈ വട്ടുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യും. എന്താ അച്ഛമ്മ, ഞാൻ അച്ഛമ്മയുടെ മോളൊന്നുമല്ലേ? അല്ല, എനിക്ക് അവളെ ഇഷ്ടം. കേട്ടില്ലേ നീ പറയണത്? ഇറങ്ങി പോടി പോടി. അച്ഛമ്മ ഇതിനകത്ത് അനുഭവിക്കുന്നു. ഞാൻ അനുഭവിച്ചോളാം. അയ്യോ, തള്ളയുടെ അതേ സ്വഭാവം ഇപ്പനും. അയില് പെരട്ട സ്വഭാവം. എന്തൊരു കുശുമ്പല്ലേ. ഒരു പണി ചെയ്യില്ല, ചുമ്മാ ഇരിക്കും മൊബൈല്. എന്റെ പുറകെ വരും, അപ്പൊ കാണിച്ചു തരാം ഞാൻ. ഉപ്പുണ്ടായിരുന്നോ? കണ്ട് പുച്ഛിക്കുന്ന കണ്ട എന്നെ. അച്ഛമ്മക്ക് ഇതിനകത്ത് ഒന്നും പറയാനില്ലേ? ഒന്നും പറയാനില്ല. നീ പോയി പണിയെടുക്കും. ഞാൻ എന്താ ഇവിടെ പണിയെടുക്കാറില്ല അച്ഛമ്മ? നീ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ കാണാറുണ്ടല്ലോ. എന്ത് കഷ്ടാണ് ഈ ചേച്ചി വല്ലപ്പോഴും ഒന്ന് ഇങ്ങനെ കാണിക്കുന്നതിനാണ് ഈ പണിയെടുക്കുന്നെന്ന് പറയണത്. അവളെ എനിക്ക് എല്ലാ പണി ചെയ്തിരുന്നു എന്റെ കുഞ്ഞ്. ഇങ്ങോട്ട് നോക്കിയാ ഞാനല്ലേ ഇതൊക്കെ വൃത്തിയാക്കിയ. പിന്നെ എന്റെ കുഞ്ഞല്ല വർഷത്തിൽ ഒരിക്കൽ വൃത്തിയാക്കിയാന്ന് പറഞ്ഞോണ്ട് ഒന്നും ഇവിടെ സംഭവിക്കാൻ എന്നിട്ട് വൃത്തിയാക്കുമ്പോഴോ അതെടുത്തില്ല ഇതെടുത്തില്ല മറ്റേ എടുത്തില്ല ഇത് എവിടെ വെച്ച്. പോടി പോടി കുശുമ്പൂത്താണ് പോടി. എനിക്ക് കുശുമ്പൊന്നുമില്ല. നല്ല കുശുമ്പ്. വല്ലപ്പോഴും പണിയെടുത്തിട്ട് ചാടാണിക്കാൻ നിൽക്കട്ടെ. അതെങ്ങനെ എടുക്കാറുണ്ട്? ഞാൻ കൊണ്ടുപോകോളാം. അവളെ കൊണ്ട് അടുപ്പിക്കാൻ ഇത് കൊണ്ടുപോകണേ. നീ എന്റെ കൊച്ചിനെ കൊണ്ട് പഠിക്കുന്നു. ദേ വരുന്നു പിന്നെ. കണ്ടച്ചമ്മേ, കുരുത്തം കെട്ടവളാടി അവള്. കെട്ട സ്വഭാവം. കുരുത്തം കെട്ട ആയല്ലോ അച്ഛമ്മ. ഞാൻ മാത്രമുള്ള അച്ഛമ്മ നല്ലത് അല്ലേ? ആരോട് പറയാൻ? അച്ഛമ്മ എല്ലാത്തിനും നേരെ ആക്കി എടുക്ക്. അത് ഞാൻ മിക്കവാറും ആക്കും മക്കളെ. പുട്ടും കിട്ട് തന്നെയാണോ കഴിച്ചു മടുത്ത്? അമ്മ എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരോ? എന്താ ഹെൽപ്പ്? പുട്ട് പൊടിച്ചു തരോ? വേണമെങ്കിൽ കഴിച്ചിട്ട് എണീച്ചിട്ട് പോടാ. അമ്മ കഴിച്ചാലല്ലേ ജീവൻ മുമ്പോട്ട് പോകൂ. നിനക്കൊക്കെ ഇതൊക്കെ കഴിക്കാനുണ്ട്. ഞങ്ങൾക്ക് പണ്ട് കാലത്ത് ഒന്നും കഴിക്കാനുണ്ടായിട്ടില്ല. അയ്യോ വേണ്ട, ഈ കഥ കേട്ട് ഞാൻ മടുത്തു. ഇത് കഥയൊന്നല്ല, ഞങ്ങളെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ വളർന്നത്. ഓ നമ്മളും കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അത് മനസ്സിലായിന്. ഭക്ഷണം കഴിക്കാനല്ലേ നിങ്ങളൊക്കെ കഷ്ടപ്പെടുന്നത്. ഇങ്ങനെ പറഞ്ഞ ഫുഡൊക്കെ എങ്ങനെ വയറ്റി പിടിക്കാനാ? പിന്നെ എങ്ങനെയാ പറയേണ്ടത്? സ്നേഹത്തോടെ പറയണം. സ്നേഹത്തോടെ പറയേണ്ട സാധനം വേണമെങ്കിൽ കഴിച്ചിട്ട് പോടാറുണ്ട്. നമ്മള് സാധനങ്ങളല്ല, മനുഷ്യരാ. ചായ എന്തേ? ചായ അതന്നെ ചായ. കട്ടൻ ചായ. ഇന്ന് പാലില്ല, ഇന്ന് കട്ടൻ ചായ കുടിച്ചാ മതി. നീ എന്താടി ഇപ്പം കാണിച്ചേ? ചായ കുടിച്ചു. ഇങ്ങനെയാണോ ചായ കുടിക്കുന്നേ? പിന്നെ എങ്ങനെ ചായ കുടിക്കാ? ഡാ സത്യം പറയടാ, ഇതാരാടാ നിന്നെ പഠിപ്പിച്ചേ? സഞ്ജു ഏട്ടൻ. സഞ്ജു? അവന് ഞാൻ വെച്ചിട്ടുണ്ട്. നീ ഇത് കഴിക്ക്. പഴലെടുത്ത് കഴിച്ചാട്ടെ.